ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാനുഫാക്ചർ. നമ്മൾ കുറേ നാളെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മളിന്നൊരു അക്വേറിയം ഉണ്ടാക്കാൻ പോവാണ്, ഒരു വെർട്ടിക്കൽ അക്വേറിയം. അപ്പോൾ സംഭവം സൂപ്പറാണ്, വീഡിയോ പൂർണ്ണമായിട്ടും കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിത് 8 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 80 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ടേപ്പ് ഒട്ടിച്ച ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇറക്കി വെക്കണം. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പം നമുക്ക് നേരെ പണി തുടങ്ങാം. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മൂത്താക്കി കൊടുക്കുക. അങ്ങനെ PVC പൈപ്പ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കണം. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പോളികാർബണേറ്റിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സാണ്. PVC പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മളിത് 8 ഇഞ്ചിൻ്റെ ഒരു എൻഡ് ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ PVC പൈപ്പ് മുറിച്ച് കളഞ്ഞ ഭാഗം കഴിഞ്ഞിട്ട് ബാക്കി നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്യാപ്പും എൻ ക്യാപ്പും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഗം അടിച്ചിട്ട് നമുക്ക് ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനകത്ത് വെക്കണം. ഇതിൻ്റെ അകത്ത് സീൽ ചെയ്യാനായിട്ട് നമ്മൾ സിലിക്കണാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഗമ്മൊക്കെ അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇറക്കി വെക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വള്ളി വെച്ച് ഇത് കെട്ടി ചെയ്ത് റോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഈ വള്ളി മുറിച്ച് കളയാണ്. അപ്പോൾ അത് കറക്റ്റ് സീറ്റിംഗ് ആവും. നമ്മളിത് ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ച് ഒരറ്റത്ത് എൻ ക്യാപ്പൊക്കെ ഒട്ടിച്ച് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗം ഒട്ടിച്ച് ഒരു ദിവസം കഴിഞ്ഞു. എന്നിട്ട് ഇത് ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ അകത്ത് ഗം ഒട്ടിച്ച ഭാഗത്ത് നമുക്ക് ആ ഒരു വൃത്തികേട് മാറ്റാനായിട്ട് ഒരു സ്റ്റിക്കർ, നമ്മൾ അക്വേറിയത്തിൻ്റെ അകത്തൊക്കെ ഒട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കർ അത് ഒട്ടിക്കണം. പിന്നെ മുറിച്ച് കളഞ്ഞ ഭാഗത്ത് നിന്ന് നമ്മളിത് ഒരു ക്യാപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ക്യാപ്പ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മളിത് വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത സ്റ്റാൻഡാണ്. അതായത് ഇത് വെർട്ടിക്കലി വെക്കുന്നതുകൊണ്ട് ഇത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ സ്റ്റാൻഡ് നമ്മൾ വെച്ച് നോക്കിയപ്പോൾ 1-2 സ്ഥലത്ത് പെയിൻ്റൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് പാച്ച് ചെയ്ത് ഇതൊന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ട് കാണാം. നമ്മുടെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ക്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ നമ്മുടെ അക്വേറിയം, വെർട്ടിക്കൽ അക്വേറിയം. അപ്പോൾ സംഭവം ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ഫിനിഷിങ് കുറവുണ്ട്. പക്ഷേ എന്നാലും നമുക്കിത് സെറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ നിറച്ച് എല്ലാം സെറ്റാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിടാം. നമ്മളങ്ങനെ അക്വേറിയം സെറ്റ് ചെയ്ത് മീനിട്ട് ചെറിയ ലൈറ്റൊക്കെ കൊടുത്ത് സൂപ്പറാക്കി നിർത്തിയിട്ടുണ്ട്. സംഭവം എങ്ങനെയുണ്ട്? കിടിക്കിയില്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ വെർട്ടിക്കൽ അക്വേറിയം? എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.